ഇതാണ് നിങ്ങളിൽ പലരും കാത്തിരിക്കുന്ന iQOOയുടെ പവർഫുൾ iQOO Neo 7 Pro ഓറഞ്ച് ഫ്ലേവർ. ഓക്കെ, സോ നല്ല പഞ്ചി ഓറഞ്ച് കളറിലാണ് വരുന്നത്. ഇതിന്റെ ബാക്കിൽ ആ ഒരു പ്രീമിയം ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വീഗൻ ലെതർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓവറോൾ നല്ല ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഈ ഒരു വീഗൻ ലെതർ ഫിനിഷ് വേണ്ട എങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുള്ള ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് iQOO Neo 7 Proയിലുള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നിങ്ങൾ കവർ ഇട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ എന്ത് ലെതർ ഫിനിഷ് എന്ത് മാറ്റ് ഫിനിഷ് രണ്ടും സെയിം ആയിരിക്കും. സോ എനിവേ 202 ഗ്രാം ആണ് വെയിറ്റ്, 8.9 mm ആണ് തിക്നെസ്. നല്ല വലുപ്പമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. സോ വൺ ഹാൻഡ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റൂല, പക്ഷെ വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എനിവേ ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സിൽ Neo 7 Pro, സിലിക്കോൺ TPU കേസ്, പുസ്തകം, 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, 6.78 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz 10-bit AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. iQOO Neo 7 എന്ന ഫോൺ ഓർമ്മയുണ്ട്, നമ്മൾ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോണിൽ ഉണ്ടായിരുന്ന ആ സെയിം ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ തന്നിരിക്കുന്നത്. കാരണം ആ ഫോണിന്റെ പ്രോ വെർഷൻ ആണല്ലോ. സോ എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ്. ആ ഫോണിലും നല്ല ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരുന്നു, ഈ ഫോണിലും നല്ല ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, പഞ്ചി കളേഴ്സ് ഉണ്ട്, ഡീപ് ബ്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്, നോ ഇഷ്യൂസ്. ഒക്കെ പിന്നെ ഈ ഒരു ഡിസ്പ്ലേ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആമുലറ്റ് ഡിസ്പ്ലേസ് ഫ്ലിക്കർ ആവാറുണ്ടല്ലോ, സ്പെഷ്യലി ലോ ബ്രൈറ്റ്നസിൽ. അത് കാരണം ചിലർക്ക് ഈ ഇറിറ്റേഷനും തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്, നൈസ്ലി വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിന്റെ ഫീച്ചറും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അത് എല്ലായിടത്തും വരുന്നുണ്ട്. സോ UI എന്തായാലും ഉണ്ട്, ആ ഒരു സൂപ്പർ സ്മൂത്ത്നെസ് UI എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ പ്ലേ സ്റ്റോർ, യൂട്യൂബ്, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ 120 ഹെർട്സിലാണ് റിഫ്രഷ് ആവുന്നത്. ദാറ്റ് ഇസ് റിയലി നൈസ്. ഇനി ഏതെങ്കിലും ആപ്ലിക്കേഷൻ 120 ഹെർട്സിൽ റിഫ്രഷ് ആവുന്നില്ല എങ്കിൽ വളരെ സിമ്പിൾ ആണ്, സെറ്റിംഗ്സിൽ പോവുക, അവിടെ റിഫ്രഷ് റേറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ആപ്സ് റണ്ണിങ് അറ്റ് ഹൈ റിഫ്രഷ് റേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 120 ഹെർട്സിൽ റൺ ചെയ്യണമെങ്കിൽ ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ മതി, ഡൺ. HDR 10+ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ എന്തായാലും HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നെറ്റ്ഫ്ലിക്സിലും HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. ഹെഡ്ഫോൺ ജാക്കിന്റെ ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. iQOO പറയുന്നതനുസരിച്ച് ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണ്, സോ ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കാമായിരുന്നു. എനിവേ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു കൺവേർട്ടർ വാങ്ങിക്കേണ്ടി വരും, ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക്, അല്ലെങ്കിൽ ടൈപ്പ് സി ഇയർഫോൺസ് വാങ്ങേണ്ടി വരും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷേ ഡീസന്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ജസ്റ്റ് ഓക്കെ ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ജിങ് വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, അതൊന്നും അല്ല വരുന്നത്. പ്രോപ്പർ മോട്ടർ ഉണ്ട്, എന്നാൽ കുറച്ചും കൂടി ഒരു റിച്ച് ഫീൽ ഉണ്ടല്ലോ, റിച്ച് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് അതിവിടെ കിട്ടുന്നില്ല. പക്ഷേ ഡീസന്റ് ഹാപ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ 8+ Gen 1 ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഇതാണ് ഭാവിയിലെ 870. ഇപ്പൊ സ്നാപ്ഡ്രാഗൺ 870 കണ്ടില്ലേ, മിക്ക എല്ലാ ഫോൺസിലും 30,000 താഴെയുള്ള മിക്ക എല്ലാ ഫോൺസിലും വരുന്നുണ്ട്, ഈ ഗെയിമിംഗ് ഫോൺസിലൊക്കെ. അതേ രീതിയിൽ ഈ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്, എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആണ് 8+ Gen 1. ഇതിന്റെ പ്രൈസ് ഉണ്ടല്ലോ, ഇതിന്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല, പക്ഷെ ഒരു ലീക്ക് അനുസരിച്ച് 33,999 രൂപയായിരിക്കും ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിന് ഓഫർ പ്രൈസ് ആണോ അത് നോർമൽ പ്രൈസ് ആണോ, ഐ എം നോട്ട് ഷുവർ. ആ പ്രൈസിൽ ഐ തിങ്ക് ദിസ് വിൽ ബി ദ മോസ്റ്റ് പവർഫുൾ ഗെയിമിംഗ് ഫോൺ. വേറെ ഒരു ഫോണും ഈ പ്രൈസ് സെഗ്മെന്റിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് തരുന്നില്ല. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കിഡിലൻ പെർഫോമൻസ് ആണ്. പിന്നെ iQOOയുടെ ഗെയിമിംഗ് ഓപ്റ്റിമൈസേഷൻ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. ഏത് പ്രൈസ് സെഗ്മെന്റ് ആണെങ്കിലും ഏത് ഫോൺ ആണെങ്കിലും, പ്രത്യേകിച്ചും ഈ ഫോണിൽ കിഡിലൻ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ BGMI കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, 60 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആക്ച്വലി 90 FPS കൊടുക്കണം. PUBG ന്യൂ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ന്യൂ സ്റ്റേറ്റ്, ആ ഗെയിമിൽ 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ BGMIയിലും കൊടുക്കണം. iQOO Neo 6 ആയിരുന്നു തോന്നുന്നല്ലേ,
PUBG ആണോ BGM ആണോ എന്നറിയില്ല, ആ സമയത്ത് 90 FPS തരുന്നുണ്ടായിരുന്നു iQOO Neo 6. സോ ഇവിടെയും വരണം, മിക്കവാറും ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ iQOOയുടെ സൈഡിൽ നിന്ന് അങ്ങനെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ 60 FPS ഗെയിം പ്ലേ ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. അത് സ്മൂത്ത് ആണെങ്കിലും HDR ആണെങ്കിലും നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. സോ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. iQOO പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോണിൽ ഈ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്തായാലും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് ഗെയിമിംഗ് ചിപ്പും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് iQOO പറയുന്നത്. കൂടെ വേപ്പർ ചേംബർ കൂളിംഗ് തന്നിട്ടുണ്ട്. സോ ഒരുപാട് ഹീറ്റിംഗ് ഒന്നും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. ഏകദേശം 11 ലക്ഷത്തിൻ്റെ AnTuTu സ്കോർ തരുന്നുണ്ട്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 81% ആണ് ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. അതും ഇത്രയും പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ട്. ദാറ്റ് ഈസ് റിയലി നൈസ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും നോർമൽ പെർഫോമൻസ് ആണെങ്കിലും Android 13 ആണ് വരുന്നത്. FunTouchOS 13 കൊടുത്തിട്ടുണ്ട്. ഈവൻ നോർമൽ പെർഫോമൻസ് ഉണ്ടല്ലോ, ഡേ ടു ഡേ പെർഫോമൻസ്, അതും നല്ല സ്മൂത്ത് ആണ്. ഒരു തരത്തിലുള്ള ലാഗ് സ്റ്റട്ടേഴ്സ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ iQOO ഈ ഒരു ഫോൺ വളരെ നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി ഇംപ്രസ്ഡ്. പിന്നെ iQOO ഫോൺസിൽ വരുന്ന ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മോൺസ്റ്റർ മോഡ്, മോഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് സൂം ഇൻ സൂം ഔട്ട് അല്ലെങ്കിൽ പീക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. സ്പോർട്സ് മോഡ്, 4D ഗെയിം വൈബ്രേഷൻ, വോയിസ് ചേഞ്ചർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും BGMI കളിക്കാറുണ്ടോ? അതായത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരും ഫുൾ ടൈം PUBGയും BGMI ആയിരുന്നു. ഇപ്പോൾ BGMI തിരിച്ചു വന്നു. നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ തിരിച്ച് കയറിയിട്ടുണ്ട്, അതോ മതിയാക്കിയോ? കാരണം നോർമലി ഇങ്ങനെയുള്ള ഫോൺസിൻ്റെ ഞാൻ അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ താഴെ ഭയങ്കരമായിട്ട് സംഭവമായിരിക്കും. അതായത് ബ്രോ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ വേണം, BGMI റിവ്യൂ വേണം, PUBG റിവ്യൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ റിക്വസ്റ്റ് ഒന്നും കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഗെയിമിംഗ് റിവ്യൂ വീഡിയോസ് ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും iQOO പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്, എടുത്ത് കളയേണ്ടി വരും. പിന്നെ നമ്മുടെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസിൻ്റെ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതെടുത്ത് കളയാൻ വേണ്ടി നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ മേളിൽ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഹോം സെറ്റിംഗ്സ് ഇതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഇനി ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹോട്ട് ആപ്സും ഇല്ല, ഹോട്ട് ഗെയിംസും ഇല്ല. നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് വിവോയുടെ ആ ഒരു വിവോ ആപ്പ് സ്റ്റോർ ഉണ്ടല്ലോ, വി ആപ്പ് സ്റ്റോർ, അതിൻ്റെ അത് കംപ്ലീറ്റ് ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസ് ആഡ്സ് ഒക്കെ ആയിരുന്നു. അതും iQOO എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ വരുന്നില്ല. സോ ഗുഡ് ജോബ്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. വെറും 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 50% ചാർജ് ചെയ്യാൻ പറ്റും. ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ പോലും വേണ്ട. 25-26 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഓസം. ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ സാംസങ്ങിന്റെ GN5 സെൻസർ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, പിന്നെ 2ന്റെ മാക്രോ ഉണ്ട്. 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. നോർമലി iQOO വിവോ ഫോൺസിന്റെ ക്യാമറ പെർഫോമൻസ് ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, ആ ഫോൺ വരുന്ന പ്രൈസിന് ഒത്തുള്ള ക്യാമറ പെർഫോമൻസ് ആണ് വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ ഒരു വിവോയുടെ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം പ്രോസസ്സിംഗ് ഇവിടെയും കാണാനുണ്ട്. അത്യാവശ്യം വാം കളർഫുൾ ഫോട്ടോസ് ആണ് വരുന്നത്. ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. അൾട്രാവൈഡ് ഫോട്ടോസ് ഡീസെന്റ് ആണ്. 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ഫോട്ടോസ് ആയതുകൊണ്ട് ഇത്രേ കിട്ടുള്ളൂ. ഈവൻ 4K at 60 FPSലും സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് OISഉം EISഉം രണ്ടും കൊടുത്തിട്ടുണ്ട്. അത്രയും ഭയങ്കരമായ സ്റ്റെബിലൈസേഷൻ ഇല്ല, പക്ഷേ അത്യാവശ്യം ഡീസെന്റ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ 4K at 30 FPS എടുക്കേണ്ടി വരും. കളർഫുൾ വൈബ്രന്റ് വീഡിയോസ് ആണ് കിട്ടുന്നത്. വീഡിയോ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള പോർട്രേറ്റ് വീഡിയോസും ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. പോർട്രേറ്റ് വീഡിയോസിന്റെ റെസൊല്യൂഷൻ 4K അല്ല 1080p ആണ്, പക്ഷേ ഡീസെന്റ് ക്വാളിറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. പോർട്രേറ്റ് മോഡിൽ ഇടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് നൈറ്റ് അല്ലെങ്കിൽ ലോ ലൈറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് മോഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സെൽഫി ഫോട്ടോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നോർമലി വിവോ ആണെങ്കിലും iQOO ആണെങ്കിലും നല്ല സെൽഫി പെർഫോമൻസ്, സെൽഫി ഫോട്ടോഗ്രാഫി പെർഫോമൻസ് തരുന്ന ഒരു ഫോൺസ് ആണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നല്ല സ്കിൻ ടോൺ ഉണ്ട്, നല്ല ടെക്സ്ചർ ഉണ്ട്. സെൽഫി വീഡിയോ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. കുറച്ചും കൂടി ഒരു കളർ വേണ്ടിയിരുന്നു. ചില വീഡിയോസിൽ ഒരു ഡൾ ഫീൽ ഉണ്ട്, എന്ന് വെച്ചാൽ കളർ ഈ മങ്ങിയിരിക്കുന്ന കളേഴ്സിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ചില സെൽഫി വീഡിയോസിൽ. സോ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് വേണ്ടിയിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് ആണെങ്കിലും ഷാർപ്നെസ്, ഫോക്കസ് അതൊക്കെ നല്ലതാണ്. പക്ഷേ കളർ എവിടെയോ ചില വീഡിയോസ് മിസ്സിംഗ് ആയിട്ട് തോന്നി. എന്നാൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. നോർമലി വിവോ iQOO ഫോൺസിൽ ഒരു സ്റ്റഡി ഫേസ് അല്ലേ, സ്റ്റഡി ഫേസ് ആണോ ഫേസ് സ്റ്റഡി ആണോ അങ്ങനത്തെ ഒരു ഫീച്ചർ വരാറുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് സ്റ്റേബിളായി വരും വീഡിയോസിൽ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഫീച്ചർ
ഫീച്ചർ തന്നിട്ടില്ല. സോ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. സോ നിങ്ങൾ സെൽഫി വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ജിംബൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നല്ല കുലുക്കം ഉണ്ടാവും. നിയോ 7 Pro 8 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. എബവ് 300 Mbps സ്പീഡ് ജിയോന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡുവൽ സിം സ്ലോട്ട് ആണ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ പറ്റൂല. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC-യുടെ ഫീച്ചർ വരുന്നില്ല, പക്ഷേ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നായിരുന്നു ഈ iQOO Neo 7 Proയുടെ ലോഞ്ച്. പ്രൈസ് എന്തായാലും റിവീൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഒരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലീക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ പ്രൈസ് എടുക്കുകയാണെങ്കിൽ കിഡിലൻ ഓഫർ ആയിരിക്കും. അതായത് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രീമിയം ലെതർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, നല്ല ഡിസ്പ്ലേ, കിഡിലൻ ചിപ്സെറ്റ്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ്, 5000 mAh ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ഓവറോൾ പാക്കേജ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ പെർഫോമൻസ് പ്ലസ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ iQOO Neo 7 Pro is a really good package. Okay, so please check it out. Okay, this is your friend Mr. Perfect Tech signing off. Goodbye.